ദേവരാഗം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 73. നിന്റെ മോൻ ആ കൊച്ചിനോട് മിണ്ടാതിരിക്കാൻ പറ്റില്ലെന്നാ എനിക്ക് തോന്നുന്നേ. അവൾ പോയിട്ട് 2 ദിവസമായില്ലേ. അവൻ സങ്കടം കൊണ്ട് വിളിച്ചതായിരിക്കുമെടാ ഉവ്വേ. മകൻ്റെ ചോദ്യം കേട്ടുകൊണ്ട് ആ നേരം ഹാളിലേക്ക് വന്ന പത്മാവതി അതിൻ്റെ വാലിൽ പിടിച്ചു തൂങ്ങിക്കൊണ്ട് സംസാരിച്ചു തുടങ്ങി. ബാലു ഉച്ചത്തിൽ ചിരിച്ചതല്ലാതെ അമ്മയ്ക്കുള്ള മറുപടിയൊന്നും കൊടുത്തില്ല. അമ്മ ഓരോന്നും പറയുമ്പോൾ മകൻ്റെ മുഖഭാവങ്ങൾ വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അയാൾ. ആ ദീപക് ചെക്കൻ ദേവകിയുടെ വീട്ടിൽ ചെന്നിട്ടുണ്ടെന്ന് ആരെങ്കിലും പറയുന്നത് കേട്ട് നമ്മുടെ ദേവൻ അറിഞ്ഞു കാണും. ദീപക് കാരണം വൈശുവിന് വല്ല ബോധക്കേടും ഉണ്ടായെന്നോർത്ത് ഇവൻ ടെൻഷൻ അടിച്ചും കാണും. ഇനി അതും അല്ലെങ്കിൽ അവക്കടെ തന്നേം തള്ളും അവനെ കെട്ടിച്ചു കൊടുക്കാത്തതിൻ്റെ കാരണം അറിയാൻ പറ്റാതായിട്ട് ഇവൻ ഇവിടെ കിടന്ന് ഉരുകി കാണും. ഞാൻ പണ്ട് തൊട്ടേ പറയുന്നതല്ലടാ നിന്നോട്, നിന്റെ മോന് വൈശു കൊച്ചിനോട് നല്ല ഒന്നാന്തരം മുഹബത്താണെന്ന്. കീഴ്ച്ചുണ്ട് കടിച്ചു പിടിച്ച് ചിരിച്ചുകൊണ്ടാണ് പത്മാവതി പോയി മഹാദേവൻ്റെ അരികിലായി ചെന്നിരുന്നത്. അതും കൂടി ആയപ്പോഴേക്കും ബാലുവിൻ്റെ പൊട്ടിച്ചിരി വീണ്ടും ഉച്ചത്തിലായി. ഒന്ന് നിർത്തുന്നുണ്ടോ? പൊടുന്നനെയാണ് മഹാദേവൻ ഒച്ച ഉയർത്തിയത്. എന്നിട്ട് അമ്മയും മകനെയും ഒട്ടൊരു കലിപ്പോടെ ഉറ്റുനോക്കി. എന്തിനാടാ ഞങ്ങൾ നിർത്തുന്നേ? അവളെ ഇഷ്ടമാണെന്നൊരു വാക്ക് നിനക്ക് തുറന്നു പറഞ്ഞാൽ എന്താ? പത്മാവതി ചൊടിച്ചു. പറയാൻ എനിക്ക് സൗകര്യമില്ല. അവൻ്റെ മുഖവും പുച്ഛത്തോടെ കോടിയിരുന്നു. എടാ, ഒരു ചെക്കൻ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടുന്ന ഈ ലോകത്തിൽ ആദ്യമായിട്ടൊന്നും അല്ല. ബാലുവും അമ്മയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത്. നിങ്ങൾക്കൊക്കെ ശരിക്കും പറഞ്ഞ ഭ്രാന്താണോ? കുറേ നേരമായി കുണുകുണാന്ന് രണ്ടും കൂടെ തുടങ്ങിയിട്ട്. അവളെ ഞാൻ വിളിച്ചെന്നുള്ളത് നേരാ, പറഞ്ഞിട്ട് പോയില്ലെന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞതും നേരാ. അത് അവളോടുള്ള പ്രണയമോ ഇഷ്ടമൊന്നും കൊണ്ടല്ല. അവൾ ഈ വീട്ടിലെ വാടകക്കാരി ആയതുകൊണ്ട് മാത്രം ഒരു പ്രേമവും മണ്ണാങ്കട്ടയും കൊണ്ട് വന്നിരിക്കുന്നു, രണ്ടും കൂടി. മഹാദേവൻ കയ്യിലിരുന്ന പത്രം മടക്കി ടീപ്പോയുടെ മുകളിലേക്ക് ദേഷ്യത്തോടെ വലിച്ചു എറിഞ്ഞുകൊണ്ട് ഉച്ചത്തിൽ അലറി. ഇത്രയും നാളും താൻ മനസ്സിൽ സൂക്ഷിച്ചു വെച്ച കാര്യങ്ങൾ ബോണ്ടായുടെ വായിൽ നിന്ന് മറിഞ്ഞതിൻ്റെ നാണക്കേടായിരുന്നു അപ്പോഴവന്. എല്ലാ മാസവും അവൾ വാടക തരുന്നത് എൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് ചോദിക്കാനുള്ള അധികാരവും എനിക്കുണ്ട്. അല്ലാതെ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. എന്താ പോണ്ടേ നിങ്ങൾ പറഞ്ഞേ? എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റില്ലെന്നോ? എങ്കിൽ ചെവി തുറന്നു വെച്ച് കേട്ടോ. അന്നും ഇന്നും എന്നും മംഗലത്തെ മഹാദേവൻ ആരോടും പ്രണയോ ഇഷ്ടമോ ഒന്നും ഉണ്ടാവില്ല, അവൻ ആണയിട്ട് പറഞ്ഞു. പക്ഷേ അപ്പോഴേക്കും ആ കാരണമായി അവൻ്റെ നെഞ്ചകം ഉരുകുന്നത് അവൻ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു എന്നത് മറ്റൊരു സത്യം. പിന്നെ ഇന്നലെ രാത്രി ഞാൻ വൈശാഖിയെ വിളിച്ചത് അത് അവളുടെ പ്രോജക്റ്റിൻ്റെ കാര്യം പറയാൻ വേണ്ടിയാണ്, അല്ലാതെ പ്രേമസല്ലാവ നടത്താനല്ലായിരുന്നു. ബാക്കി എല്ലാ കുട്ടികളും ഇന്നലെ രാവിലെ ഞാൻ കൊടുത്ത പ്രോജക്റ്റിൻ്റെ കാര്യങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ച് മനസ്സിലാക്കി എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയായിട്ടും വൈശാഖിയുടെ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം ഇല്ലാതിരുന്നതുകൊണ്ട് അവളെ ഞാൻ പേഴ്സണലായിട്ട് വിളിച്ചതും സംസാരിച്ചതുമൊക്കെ. ഇപ്പോൾ കാര്യങ്ങളെല്ലാവർക്കും ക്ലിയറായെന്ന് ഞാൻ കരുതുന്നു. അവൻ എല്ലാവരെയും ഒരു ദേഷ്യത്തോടെ ഒരു വട്ടം കൂടി ഉറ്റുനോക്കിയിട്ട് സെറ്റിയിൽ നിന്ന് ധൃതിയിൽ എഴുന്നേറ്റു. എന്നിട്ട് തൻ്റെ റൂമിലേക്ക് വേഗത്തിൽ കയറിപ്പോയി വാതിൽ ഊക്കോടെ അടച്ചു കുറ്റിയിട്ടു. പക്ഷേ ബാലുവിൻ്റെയും പത്മാവതിയുടെയും ആ നേരത്തുള്ള ആക്കിയുള്ള പൊട്ടിച്ചിരികൾ അവൻ്റെ ചെവിയിലെത്തിയിരുന്നില്ല എന്ന് വേണം പറയാൻ. അതേസമയം ഫോണിൻ്റെ മറുതലയ്ക്കലുള്ളവൾ വീണ്ടും വീണ്ടുമുള്ള ആ ഒരുവൻ്റെ പ്രണയ തിരസ്കാരത്തിൽ നെഞ്ചും പൊള്ളിച്ചങ്ങനെ ഇരിക്കുകയായിരുന്നു. അച്ഛൻ എവിടമ്മേ? രാത്രി കുറേ ആയിട്ടും വീട്ടിൽ ഭാസ്കരനെ കാണാഞ്ഞിട്ടാവാം മഹാദേവൻ അയാളെ തിരക്കിയത്. മാത്രമല്ല അമ്മയുടെ മുഖത്ത് പതിവില്ലാത്ത രീതിയിലുള്ള ഒരു സങ്കടം അവൻ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. അച്ഛൻ അത്യാവശ്യമായിട്ട് വൈശാഖിയുടെ വീട്ടിലേക്ക് പോയി ദേവാ. തളർച്ചയോടെ അവൾ മറുപടി നൽകി. വൈശാഖിയുടെ വീട്ടിലേക്കോ? എന്തിന്? അവൻ എന്തുകൊണ്ടോ അമ്മയുടെ സംസാരത്തിൽ അപകടം മണത്തു. വൈകുന്നേരം ആയപ്പോൾ വൈശാഖി അച്ഛനെ വിളിച്ചു ദേവാ. അങ്ങോട്ടേക്ക് ചെല്ലാനെന്നും പറഞ്ഞ് അവൾ കരഞ്ഞു. കാര്യം എന്താണെന്ന് എനിക്കും അറിയത്തില്ല. ലക്ഷ്മി തലയിൽ കൈ താങ്ങി. എന്നിട്ട് അച്ഛൻ വിളിച്ചില്ല ഇതുവരെയായിട്ടും? മഹാദേവനിൽ പേടി നിറഞ്ഞു. അവിടെ ചെന്നെന്നും പറഞ്ഞ് ഒരു വട്ടം എന്നെ വിളിച്ചിരുന്നു, പിന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടില്ല. ഞാൻ വിളിച്ചിട്ട് ബാലേട്ടൻ ഫോൺ എടുക്കുന്നില്ല ദേവാ. അവരാശങ്കയോടെ മകനെ ഉറ്റുനോക്കി. അമ്മ സമാധാനിക്ക്, വെറുതെ ടെൻഷൻ അടിക്കണ്ട. അമ്മയുടെ അടുത്തായി മഹാദേവൻ ഇരുന്നു. എങ്കിലും അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു സ്ഫോടനം തന്നെ നടക്കുന്നുണ്ടായിരുന്നു. അവരപ്പോൾ തന്നെ കയ്യിലിരുന്ന ഫോണിൽ നിന്നും ബാലുവിനെ വിളിച്ചുകൊണ്ടിരുന്നു.
പക്ഷേ ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ ഭാസ്കരൻ ഫോൺ എടുക്കുന്നില്ലായിരുന്നു. മഹാദേവൻ പിന്നീട് വൈശാഖിയെ വിളിച്ചു. അവളുടെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫും. എല്ലാം കൂടി ആയപ്പോഴേക്കും ദേവൻ്റെ മനസ്സും അസ്വസ്ഥമായി തുടങ്ങി. എടിയേ, ഇനി ആ ദീപക്ക് വല്ലതും നമ്മുടെ കൊച്ചിനെ വല്ലതും ചെയ്തു കാണുമോ? അല്ലെങ്കിൽ ആ തന്തേം തള്ളയും കൂടെ അവളെ കൊണ്ട് അവനെ കെട്ടാൻ പറഞ്ഞ് വഴക്കുണ്ടാക്കി കാണുമോ? എന്തോ നടന്നിട്ടുണ്ടടി ലക്ഷ്മി. ഇല്ലെങ്കിൽ അവൾ അവനോട് അങ്ങോട്ടേക്ക് ചെല്ലാം ഫോൺ വിളിച്ചിങ്ങനെ പറയത്തില്ല. എനിക്കെന്തോ പേടിയാവുന്നു. അത്രയും നേരം ഉമ്മറത്തെ സോപാനപ്പടിയിലിരുന്ന പത്മാവതി അകത്തെ സംസാരം കേട്ടതും അങ്ങോട്ടേക്ക് കയറി ചെന്നു. എൻ്റെ ബോണ്ടേ, എങ്ങനെ തോന്നുന്നു നിങ്ങൾക്ക് ഈ സമയത്ത് ഇങ്ങനെയുള്ള വർത്തമാനം പറയാൻ? മനുഷ്യനെ പ്രാന്ത് പിടിപ്പിക്കാൻ വേണ്ടി. ഉള്ളിലുള്ള പരിഭ്രാന്തി കൊണ്ടാവാം അവൻ തൻ്റെ മുഖം കൈവെള്ളയിലേക്ക് പൂഴ്ത്തിയത്. ഞാനുള്ള കാര്യമാണ് പറഞ്ഞേ. വൈശുൻ്റെ തന്നുള്ള ആ ദീപക്കിനെയും കൊണ്ട് നാട്ടിൽ വന്നപ്പോഴേ ഞാൻ ഓർത്തതാ ഇങ്ങനെയൊക്കെ ഇത് നടക്കൂന്ന്. അവർ ഏണിന് കൈകുത്തി പിടിച്ചുകൊണ്ട് അവിടെ കിടന്ന ഒരു കസേരയിലേക്കിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും അമ്മേ? ബാലേട്ടൻ അവിടെ ചെന്നിട്ട് എന്ത് കാര്യമുള്ളേ? അവരുടെ മോളല്ലേ വൈശു. അപ്പോൾ അവർ പറയുന്ന പോലെ അവൾ കേൾക്കൂ. അതിപ്പോൾ വൈശുവിന് ഇഷ്ടമുണ്ടെങ്കിലോ ഇല്ലെങ്കിലും അവരവളെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കുമായിരിക്കും. അതുമല്ല, നമ്മൾ വെറുതെക്കാരാ. നമുക്ക് ആ വീട്ടിൽ കയറി ചെന്നിട്ട് ഒരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? ലക്ഷ്മി കരഞ്ഞു തുടങ്ങിയിരുന്നു. അതിനെ നമ്മുടേതാക്കരുതല്ലോ ലക്ഷ്മി, നമ്മൾ ചെയ്യാഞ്ഞിട്ടല്ലേ? പത്മാവതി ആ സമയത്തും മഹാദേവനെ നോക്കി മുഖം കൂട്ടി. അതെങ്ങനെയാ അമ്മേ? നമ്മളെങ്ങനെയാണ് അവളെ നമ്മുടേതാക്കുന്നത്? അമ്മായിയമ്മ പറഞ്ഞത് മനസ്സിലാവാതെ ലക്ഷ്മി മുഖം ചുളിച്ചു. അവളെ നമ്മുടെ വീട്ടിൽ പിടിച്ചു നിർത്താനും നമ്മുടെ വീട്ടിലെ കുട്ടിയാക്കാനുമുള്ള ഒരേയൊരു മാർഗമായിരുന്നു ദേവനുമായിട്ടുള്ള വശുവിൻ്റെ കെട്ട്. അതെങ്ങനെയാ? ഇവൻ നിന്ന് തരുമോ അതിന്? അതല്ലാതെ ഞാൻ നോക്കിയിട്ട് വേറൊരു മാർഗവും ഇല്ല. പത്മം അവനെ കുറ്റപ്പെടുത്തി. ആ കൊച്ചിൻ്റെ വിധി അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ദീപകിനെ കെട്ടാൻ പറ്റില്ലെന്ന് വൈശുക്കൊച്ചൊരിക്കലും വായ തുറന്ന് പറയത്തില്ല. അവക്കെല്ലാത്തിനെയും പേടിയാ. കൊച്ചിന് വല്ല ബോധക്കേടും വന്നോന്നാ ഇപ്പോഴത്തെ എൻ്റെ ടെൻഷൻ മുഴുവനും. ലക്ഷ്മി തളർച്ചയോടെ സെറ്റിയിലേക്ക് ചാരിയിരുന്നുകൊണ്ട് വിങ്ങിപ്പൊട്ടി. ബോധക്കേട് വന്നാൽ ചികിത്സിച്ച് മാറ്റാൻ പറ്റും. ആ കുഞ്ഞു വല്ല കടുങ്കയും ചെയ്യുമോന്നാ എൻ്റെ പേടി. പത്മാവതി നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഈശ്വരനെ വിളിച്ചു. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന മഹാദേവൻ്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങി തുടങ്ങിയിരുന്നു. രാത്രി 10 മണി കഴിഞ്ഞിട്ടും ഭാസ്കരൻ വീട്ടിൽ വന്നില്ല. പത്മാവതിയും ലക്ഷ്മിയും കരയുന്നില്ലെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത്രമേൽ ടെൻഷൻ അടിച്ചായിരുന്നു അവർ ഓരോ നിമിഷങ്ങളും തള്ളി നീക്കിയത്. വിഷ്ണു ഒന്നും മിണ്ടാതെ അമ്മയുടെ അരികിലായി തളർന്നിരുന്നു. മഹാദേവനാണെങ്കിൽ തുടരെ തുടരെ ഭാസ്കരനെ വിളിക്കുന്നതിൻ്റെ തിരക്കിലും. വിളിക്കുമ്പോൾ ബെല്ലടിക്കുന്നുണ്ട്, പക്ഷെ കോൾ എടുക്കുന്നില്ലായിരുന്നു. വൈശാഖിയുടെ ഫോണിലും അവളുടെ മുത്തശ്ശിയായ ദേവകിയുടെ ഫോണിലും എല്ലാവരും മാറി മാറി വിളിച്ചുകൊണ്ടിരുന്നു. അതും സ്വിച്ച് ഓഫ് എന്നാണ് വിളിക്കുമ്പോൾ കേൾക്കുന്നത്. എല്ലാം കൂടി ആയപ്പോഴേക്കും മഹാദേവന് മൊത്തത്തിൽ ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങിയിരുന്നു. ദീപക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? വൈശാഖിക്ക് വീണ്ടും പാനിക് അറ്റാക്ക് വന്നോ? ആ വീട്ടിൽ എന്തെങ്കിലും തല്ലും വഴക്കം ഉണ്ടായോ? അതിനിടയിൽ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചോ? ആ കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് അവൻ ചിന്തിച്ചു കൂട്ടാത്ത കാര്യങ്ങളില്ലായിരുന്നു. നിമിഷങ്ങൾ മണിക്കൂറുകൾ പോലെ ഇഴഞ്ഞു നീങ്ങി. അതിനിടയിൽ ഒരു വിധത്തിലാണ് ലക്ഷ്മിയും ദേവനും കൂടി പത്മാവതിയെ ഇരുത്തി നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിച്ചതും BP-യുടെ ഗുളിക കൊടുത്തതുമൊക്കെ. എങ്കിലും ലക്ഷ്മിയും മഹാദേവനും വിഷ്ണുവും ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിരുന്നില്ല. സമയം ഏകദേശം 11 അടുക്കാറായപ്പോഴേക്കും മഹാദേവന് പിന്നീട് ചിന്തിച്ചിരിക്കുവാൻ തോന്നിയില്ല. അവൻ എന്തൊക്കെയോ അപകടം മണത്തിരുന്നു. താൻ ചെല്ലാൻ വൈകുന്ന ഓരോ നിമിഷവും വൈശാഖിക്കോ അച്ഛനെ എന്തെങ്കിലും അരുതാത്തത് സംഭവിക്കുമോ എന്ന പേടി അവനിൽ കലശലായി. ഒടുവിൽ വൈശാഖിയുടെ വീട്ടിലേക്ക് പോകുവാൻ തന്നെ മഹാദേവൻ തീരുമാനിച്ചു. അപ്പോൾ തന്നെ നേരെ മുറിയിലേക്ക് ചെന്ന് വേഗത്തിൽ ഡ്രസ്സും മാറി ബൈക്കിൻ്റെ താക്കോലും എടുത്ത് ഹാളിലേക്ക് ഇറങ്ങിയവൻ സെറ്റിയിൽ തളർന്നിരിക്കുന്ന പത്മാവതിയുടെ അരികിൽ ചെന്ന് വൈശാഖിയുടെ മുത്തശ്ശിയുടെ വീടിൻ്റെ അഡ്രസ്സ് ചോദിച്ച് മനസ്സിലാക്കി ഹാളിൽ നിന്ന് ഉമ്മറത്തേക്ക് ഇറങ്ങുവാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് ഒരു വണ്ടിയുടെ ലൈറ്റിൻ്റെ വെട്ടം മുറ്റത്തു നിന്നും വീടിനുള്ളിലേക്ക് അടിക്കുന്നത് അവൻ കണ്ടത്. അവർ വന്നു എന്നാ തോന്നുന്നേ. വണ്ടിയുടെ ഇരമ്പിച്ച കേട്ടതുകൊണ്ടാവണം ലക്ഷ്മിയും പത്മാവതിയും വിഷ്ണുവും കൂടെ മഹാദേവനെയും കടന്ന് ധൃതിയിൽ ഉമ്മറത്തേക്ക് ഇറങ്ങിച്ചെന്നത്. അതേസമയം മംഗലത്ത് വീടിൻ്റെ ഉമ്മറപ്പടികൾക്ക് മുൻപിലായി ആ വണ്ടി വന്നു നിന്നു. അത് ഭാസ്കരൻ ഇവിടെ നിന്നും കൊണ്ടേ വൈശാഖിയുടെ കാറാണെന്ന് മനസ്സിലാക്കുവാൻ അവിടെ നിന്നിരുന്ന 4 പേർക്കും അധിക സമയമൊന്നും വേണ്ടി വന്നിരുന്നില്ല. ഡ്രൈവിംഗ് സീറ്റിൻ്റെ വശത്തുള്ള ഡോറാണ് ആദ്യം തുറന്നതുപോലെ കണ്ടത്. അതിൽ നിന്നും
പൊടുന്നനെ ഭാസ്കരൻ ഇറങ്ങി. ക്ഷീണിച്ച് തളർന്ന് മുടിയെല്ലാം അലങ്കോലപ്പെട്ട രീതിയിലായിരുന്നു ബാലുവിൻ്റെ അപ്പോഴത്തെ കോലം പോലും. ആ മുഖത്ത് ഇതുവരെയും കാണാത്ത വേർതിരിച്ചറിയാൻ പറ്റാത്ത ഭാവവും. ഉമ്മറത്ത് നിൽക്കുന്ന എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് അയാൾ ചെന്ന് കോ ഡ്രൈവിംഗ് സീറ്റിൻ്റെ വലത്തുവശത്തുള്ള ഡോർ മെല്ലെ തുറന്നു. എന്നിട്ട് അതിലിരിക്കുന്ന വൈശാഖിയുടെ കയ്യിൽ പിടിച്ച് മെല്ലെ പുറത്തേക്കിറങ്ങി. ലക്ഷ്മിക്കും പത്മാവതിക്കും വിഷ്ണുവിനും മഹാദേവനും ഒന്നും മനസ്സിലായില്ലെങ്കിലും വണ്ടിയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വന്ന വൈശാഖിയുടെ കോലം കണ്ടതും അവർ പൊടുന്നനെ മുറ്റത്തേക്ക് കുതിച്ചു. എന്താ എന്താ ബാലേട്ടാ, എന്താ നമ്മുടെ വൈശുകൊച്ചിന് പറ്റിയത്? നിൽക്കാൻ പോലും ത്രാണിയില്ലാതെ ക്ഷീണിച്ച് അവശയായി നിൽക്കുന്ന പെണ്ണിൻ്റെ കോലം കണ്ടതും ലക്ഷ്മി ഉച്ചത്തിൽ തന്നെ കരഞ്ഞു പോയിരുന്നു. വൈശുവിൻ്റെ മുഖം ആകെപ്പാടെ ചുവന്ന വീങ്ങി നീര് വെച്ചതുപോലെയാണ് കാണപ്പെട്ടത്. കൺപോളകൾ ഒരു ബോള് പോലെ വീർത്തിരിക്കുന്നു. ഭാസ്കരൻ്റെ കൂടെ ഒരടി പോലും മുന്നോട്ടേക്ക് വെക്കാൻ ത്രാണിയില്ലാത്തതുപോലെയായിരുന്നു അവളുടെ നിൽപ്പ് പോലും. ലക്ഷ്മിയെ കണ്ടതും അവൾ ഏങ്ങലടിച്ച് കരയുവാനായി തുടങ്ങിയിരുന്നു. അവരപ്പോഴേക്കും വൈശുവിൻ്റെ ഒരു കയ്യിൽ പിടിച്ച് തന്നിലേക്ക് ചേർത്ത് നിർത്തി അവളെ പൊതിഞ്ഞു പിടിച്ചു. എല്ലാം പറയാം, ആദ്യം നീ ഇവളെ പിടിച്ച് മുറിയിൽ കൊണ്ടേ കിടത്ത് ലക്ഷ്മി, അവക്കൊട്ടും വയ്യ. ഭാസ്കരൻ ഗൗരവത്തിൽ പറഞ്ഞതും ലക്ഷ്മി കണ്ണു തുടച്ചു. എന്നിട്ട് അയാൾക്കൊപ്പം അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വീടിന് നേർക്ക് മെല്ലെ നടന്നു. ഈശ്വര, കൊച്ചിന് എന്നാ പറ്റിയോ എന്തോ. ബാലുവും ലക്ഷ്മിയും കൂടെ വൈശുവിനെ താങ്ങി പിടിച്ചുകൊണ്ട് ഉമ്മറ പടികൾ കയറുന്നതിൻ്റെ പിന്നാലെ പത്മാവതിയും കണ്ണു തുടച്ചുകൊണ്ട് നടന്നിരുന്നു. ഏട്ടാ വാ. എല്ലാവരും അകത്തേക്ക് കയറി പോകുന്നത് കണ്ടിട്ടും നിന്നിടത്തു നിന്ന് ഒരടി പോലും അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതെ മുറ്റത്ത് തന്നെ നിൽക്കുന്ന ദേവൻ്റെ കയ്യിൽ വിഷ്ണു തട്ടി തുള്ളിച്ചു. സർവം തകർന്നവളെ പോലെ അവശയായി നിൽക്കുന്ന ആ ഒരുവളെക്കുറിച്ച് സങ്കടത്തോടെ ചിന്തിച്ചുകൊണ്ട് നിന്നവൻ തലയൊന്ന് കുടഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ ഒപ്പം തന്നെ അകത്തേക്ക് കാലുകൾ നീക്കി. അവൻ നേരെ പോയത് വൈശാഖിയുടെ മുറിയിലേക്കായിരുന്നു. അവിടെ അച്ഛനും അമ്മയും കൂടെ വൈശുവിനെ ബെഡിലേക്ക് കിടത്തുന്നതും അവൾക്ക് പുതപ്പിച്ചു കൊടുക്കുന്നതും ഒക്കെ മഹാദേവൻ നോക്കി നിന്നു. ലക്ഷ്മി, നീ ഇന്ന് വൈശുവിൻ്റെ കൂടെ കിടന്നോ? പതിവില്ലാത്ത ഗൗരവത്തിലായിരുന്നു ഭാസ്കരൻ്റെ അപ്പോഴത്തെ സംസാരം. ആ. നിറഞ്ഞൊഴുകിയ കണ്ണുകൾ തുടച്ചുകൊണ്ട് അപ്പോൾ തന്നെ ലക്ഷ്മി അവളുടെ കൂടെ കയറി കിടന്നു. അവൾക്ക് ഇപ്പുറത്തായി ആരും പറയാതെ തന്നെ പത്മാവതിയും കിടന്നു. വിഷ്ണു, നീ പോയി കിടന്നോ. ദേവാ, നീ വാ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആദ്യം വിഷ്ണുവിനോടും പിന്നീട് മഹാദേവനോടുമായി പറഞ്ഞിട്ട് ബാലു മുറിയിലെ വെട്ടമണച്ചിട്ട് പുറത്തേക്ക് ഇറന്നു. കണ്ണുകൾ ഇറുക്കി അടച്ചു കിടക്കുന്ന പെണ്ണൊരുവളെ സീറോ ബൾബിൻ്റെ അരണ്ട വെളിച്ചത്തിൽ ഒരു വട്ടം കൂടി കണ്ണു നിറയെ നോക്കി കണ്ടിട്ട് ദേവനും ഭാസ്കരന് പിന്നാലെ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി. വിഷ്ണു റൂമിലേക്ക് പോയെന്ന് കണ്ടതും അയാൾ ഹാളിലെ സെറ്റിയിലേക്കായി ഇരുന്നു. അയാൾക്കരികിലായി മഹാദേവനും. ഞാൻ വൈശുക്കൊച്ചിനെ അവരുടെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ട് വന്നതാ. അവളെ അന്വേഷിച്ച് ഏത് നിമിഷവും അവരിവിടെ വന്നേക്കാം. ഇവിടെ എന്തും നടക്കും. എൻ്റെ മുൻപ് വേറെ വഴിയില്ലായിരുന്നു. ഭാസ്കരൻ്റെ ശബ്ദം ഏതോ ഒരു ഗുഹയിൽ നിന്നും വരുന്നത് പോലെയാണ് മഹാദേവൻ ആ നേരം തോന്നിയത്. തട്ടിക്കൊണ്ടുവരുമോ? എന്തിനു വേണ്ടി? അവൾക്ക് എന്താണ് പറ്റിയത്? ആരെങ്കിലും അവളെ എന്തെങ്കിലും ചെയ്തോ? ഒരു 100 ചോദ്യങ്ങൾ അവൻ്റെ മനസ്സിൽ നിന്നും പൊടുന്നനെ പുറത്തേക്ക് ചാടി. അതോടൊപ്പം തന്നെ അവളെ പൊതിഞ്ഞു പിടിക്കുവാൻ വേണ്ടി അവൻ്റെ ഹൃദയവും വെന്പിയിരുന്നു. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ വരാൻ കേട്ടോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയേക്കണേ.